മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേരള പാഠാവലി മലയാളം ഫസ്റ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ് പഠിക്കുന്നത്. പി.കെ. ഗോപാലകൃഷ്ണൻ എഴുതിയിരിക്കുന്ന ശ്രീനാരായണ ഗുരു അല്ലെ വിശ്വമാനവികതയുടെ പ്രവാചകൻ എന്ന ജീവചരിത്ര കൃതിയിലെ ഒരു ഭാഗമാണ്. എന്താ ജീവചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി അറിയാം, നമ്മൾ പഠിച്ചതാണ് അല്ലെ. ആത്മകഥയും ജീവചരിത്രവും തമ്മിലുള്ള വ്യത്യാസമൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലെ. അതായത് ആത്മകഥ എന്ന് പറയുന്നത് ഒരാൾ സ്വന്തം ജീവിതകഥ എഴുതുന്നതാണ്. അപ്പൊ ഞാനിപ്പോ എന്നെ കുറിച്ച് എഴുതുന്നത് എന്താണ്? എന്റെ ജീവിതകഥ എഴുതുന്നത് ആത്മകഥയാണ്. ഞാൻ മറ്റൊരാളെ കുറിച്ച് എഴുതുന്നത് എന്താണ്? ജീവചരിത്രമാണ്. ഓക്കെ, അപ്പൊ ഒരു ജീവചരിത്ര കൃതിയാണ്. എന്താണ് അതിന്റെ പേര്? ശ്രീനാരായണ ഗുരു വിശ്വമാനവികതയുടെ പ്രവാചകൻ എന്ന പി.കെ. ഗോപാലകൃഷ്ണന്റെ ജീവചരിത്ര കൃതിയാണ്. ഓക്കെ, അപ്പൊ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് ഈ ഒരു കൃതിയിൽ പറയുന്നത്. ഇപ്പൊ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം അല്ലെ, നമ്മളുടെ കേരളത്തിലുള്ള പ്രത്യേകിച്ചും ഒരുപാട് തരത്തിലുള്ള അസമത്വങ്ങൾ ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ പേരിൽ എന്ത് ചെയ്തിരുന്നു, ഇവിടെ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്തരം അനാചാരങ്ങൾക്കെതിരെ അല്ലെ പ്രവർത്തിച്ചിരുന്ന നവോത്ഥാന നായകന്മാരിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ആര്? ശ്രീനാരായണ ഗുരു അല്ലെ. ശ്രീനാരായണ ഗുരു മാത്രമല്ല, ഒരുപാട് നവോത്ഥാന നായകന്മാരെ നമ്മൾ ഹിസ്റ്ററിയിലും മലയാളത്തിലൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് പേരെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. 1856 മാടനാശാന്റെയും കുട്ടിയമ്മയുടെയും മകനായിട്ടാണ് ചെമ്പഴന്തിയിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. സമൂഹത്തിൽ നിലനിന്നിരുന്ന തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ഇങ്ങനെ ജാതിപരമായിട്ടുള്ള പലതരത്തിലുള്ള അസമത്വങ്ങൾ അല്ലെ. അധികൃത ജനവിഭാഗത്തിന് ഒരു കാലത്തിൽ ക്ഷേത്രപ്രവേശനം ഉണ്ടായിരുന്നില്ല. എന്തിനാ ഒരുപാട് പറയുന്നല്ലേ, റോട്ടിൽ കൂടെ നടക്കാൻ പോലുള്ള അവകാശം ഉണ്ടായിരുന്നില്ല അല്ലെ. അവർ ചെയ്യുന്ന ജോലിക്ക് കൃത്യമായിട്ടുള്ള വേതനം ലഭിച്ചിരുന്നില്ല അല്ലെ. അവർ ജോലി ചെയ്തിരുന്ന പാഠങ്ങളൊന്നും അവരുടേതായിരുന്നില്ല അല്ലെ. അത് തമ്പ്രാക്കന്മാരുടേതായിരുന്നു. അവരുടെ കീഴിൽ ജോലി ചെയ്യുന്ന വെറും എന്താ പറയാ അല്ലെ കൂലിയും ലഭിച്ചിരുന്നില്ല അല്ലെ. അടിമകളായിട്ട് ജോലി ചെയ്യേണ്ടി വന്നിരുന്ന അല്ലെ ഒരുപാട് മനുഷ്യരുടെ കണ്ണീരിന്റെയും വെറുപ്പിന്റെയും അധ്വാനത്തിന്റെയും ഒക്കെ കഥകൾ നമ്മളുടെ ചരിത്രത്തിൽ നമ്മൾ കേട്ടും കണ്ടും ഒക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. അപ്പോൾ ഇങ്ങനെ പലതിന്റെയും പേരിൽ, നിറത്തിന്റെയും നമ്മുടെ ജാതിയുടെ ഒക്കെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട ഒരുപാട് മനുഷ്യർക്ക് വേണ്ടി ഇത്തരം മനുഷ്യരുടെയൊക്കെ ശബ്ദമായി മാറിയിട്ടുള്ള ഒരാളാണ് ആര്? ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. നവോത്ഥാന കേരളത്തിന്റെ അല്ലെ ഒരു പുതിയ മാറ്റത്തിന് എന്താണ് കേരളത്തില് എല്ലാ തരത്തിലുള്ള മാറ്റങ്ങൾക്ക് മുൻപിൽ നിന്നിരുന്ന ഒരാളായിരുന്നു ആര്? നമ്മളുടെ ശ്രീനാരായണ ഗുരു. അതിൽ കെട്ടുകല്യാണം, തിരണ്ട് കല്യാണം അല്ലെ, ദുരാചാര ദൂർത്ത്, എല്ലാം ജാതിമത അസമത്വങ്ങള്, ഇതിനൊക്കെ എതിരെ എന്താണ് പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു ശ്രീനാരായണ ഗുരു അല്ലെ. അപ്പൊ അദ്ദേഹം അരുവിപ്പുറത്ത് അല്ലെ ആരാധനയും ക്ഷേത്രപ്രവേശനമൊക്കെ അധികൃതരായ താഴെ നിലയിലേക്ക് മാറ്റി നിർത്തപ്പെട്ട അല്ലെ, ഇതൊക്കെ ഒരു വിഭാഗമാണ് പറഞ്ഞത് അധികൃതരാണെന്നും അവർണരാണെന്നും അല്ലെ മോശക്കാരാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഒരു വിഭാഗം ആളുകൾ മാത്രമാണ്. നമ്മൾ ഇനിയും എന്ത് ചെയ്യരുത്, അത് പറഞ്ഞു പഠിക്കരുത് അല്ലെ. അങ്ങനെ മാറ്റി നിർത്തപ്പെട്ട മനുഷ്യർ തന്നെയായിരുന്നു അല്ലെ. അപ്പൊ അങ്ങനെ മാറ്റി നിർത്തപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി എന്താണ് അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠയൊക്കെ നടത്തി തന്റെ പ്രതിഷേധം അറിയിച്ചിട്ടുള്ള അത് ആ ഒരു സംഭവം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര നിമിഷം തന്നെയായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ 1888 മാർച്ച് 11 അരുവിപ്പുറത്ത് ഈഴവ ശിവനെ പ്രതിഷ്ഠിച്ച് ആരാധനാ സ്വാതന്ത്ര്യത്തിന് വഴി തുറന്നു കൊടുക്കുകയാണ് ആര് ചെയ്തത്? ശ്രീനാരായണ ഗുരു ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ അങ്ങനെ അതിലൂടെ മനുഷ്യജാതി എന്ന് പറയുന്ന വിശാലമായിട്ടുള്ള ആശയത്തെ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്നാണ് നാരായണ ഗുരു പാടിയിട്ടുള്ളത് അല്ലെ, പറഞ്ഞിട്ടുള്ളത്, പഠിപ്പിച്ചിട്ടുള്ളത് കേരളീയരെ. എന്നിട്ടും ഇന്നും ഈ 21ാം നൂറ്റാണ്ട് 2026 നമ്മളെ ലോകത്ത് അല്ലെ, നമ്മളെ കേരളത്തിൽ നടക്കുന്നത് അല്ലെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം. ഇന്നും എന്ത് ചെയ്തിട്ടില്ല, ഈ ജാതിയൊന്നും പൂർണ്ണമായ രീതിയിൽ ഇവിടുന്ന് തുടച്ചു മാറ്റപ്പെട്ടിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമൊക്കെ നമ്മളുടെ സമീപകാല സംഭവങ്ങളൊക്കെ നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ എന്നോ എന്ത് ചെയ്തതാണ്, നാരായണ ഗുരുവിനെ പോലെയുള്ള മഹാന്മാരായ മനുഷ്യരൊക്കെ എതിർത്തിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ മനുഷ്യജാതി എന്ന് പറയുന്ന വിശാലമായ ആശയത്തെയാണ് എന്ത് ചെയ്തത്, നാരായണ ഗുരു അവതരിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ്. ഒരു പട്ടിക്ക് മറ്റൊരു പട്ടീനെ കണ്ടാൽ എന്തറിയാം അല്ലെ, അത് ഏത് വിഭാഗമാണെന്നറിയാം, അത് കുറയ്ക്കും അല്ലെ. ഒരു പട്ടിക്ക് മറ്റൊരു പട്ടീനെ കണ്ടാൽ തിരിച്ചറിയാം അല്ലെ. ഒരു ആനയ്ക്ക് ആനയെ കണ്ടാൽ അറിയാം, ഒരു കുയിലിനെ കണ്ടാൽ അറിയാം അല്ലെ. പക്ഷേ ഒരു മനുഷ്യന് മാത്രമാണ് മറ്റൊരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ അല്ലെ ഇത് ഏത് വിഭാഗമാണ് എന്ന് മനസ്സിലാവാത്ത. എത്ര വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, ചിന്തയാണ് അതിലുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ അല്ലെ. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പൊ മനുഷ്യജാതിയാണ് അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ എന്താ പറയാ ഏറ്റവും ആ വിശാലമായിട്ടുള്ള ആശയത്തെ അവതരിപ്പിച്ചിരുന്ന ആരാണ്? നാരായണ ഗുരുവാണ്. കേരളത്തിലുള്ള ആളുകളെ മനുഷ്യത്വം പഠിപ്പിച്ച ഏക ഗുരുനാഥൻ എന്ന് കൂടെ വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട് ശ്രീനാരായണ ഗുരു കേട്ടോ. അന്ധവിശ്വാസങ്ങളെയും മൂഢമായ ആചാരങ്ങളെയും എതിർത്ത് കേരളത്തിൽ വിപ്ലവം സൃഷ്ടിച്ച ഒരു നവോത്ഥാന നായകനാണ് നമുക്ക് പറയാം. എല്ലാ മതനദികളും ചെന്ന് ചേരുന്ന അല്ലെ, മത നദികളൊക്കെ വന്നു ചേരുന്ന സമുദ്രത്തെക്കുറിച്ച്, മഹാസമുദ്രത്തെക്കുറിച്ചാണ് അദ്ദേഹം എന്ത് ചെയ്തത്,
പറഞ്ഞിട്ടുള്ളത് അല്ലെ. അതേപോലെ ജാതിക്കെതിരെ പ്രവർത്തിച്ചു, അല്ലെ കേരളീയരെ മനുഷ്യത്വം പഠിപ്പിച്ചു, അറിവും പ്രായോഗികതയൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പ്രായോഗിക വേദാന്തത്തിന് പ്രാധാന്യം കൽപ്പിച്ചു അല്ലെ. അപ്പൊ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് വെറുതെ ഇങ്ങനെ എന്താ പറയാ തപസ്സിൽ മുങ്ങി അല്ലെ, വെറുതെ ഏതെങ്കിലും മലേന്റെ മുകളിലൊക്കെ പോയിരുന്ന് അല്ലെ ഗുഹയിലൊക്കെ ഇരുന്ന് വെറുതെ മന്ത്രം ചൊല്ലുന്ന ഒരു സന്യാസിയായിട്ട് നമ്മൾ അദ്ദേഹത്തെ കാണരുത് അല്ലെ. അങ്ങനെ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം മാറിയിരുന്ന് എന്താ പറയാ മോക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന ഒരാളല്ല നാരായണ ഗുരു അല്ലെ. അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന എല്ലാ തരത്തിലുള്ള എന്താ പറയാ ജ്ഞാനവും അറിവുകളും എന്തിനു വേണ്ടി പ്രയോഗിച്ചിട്ടുള്ള ആളാണ്? സമൂഹത്തിന് വേണ്ടി അല്ലെ, സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി എന്താണ് വിനിയോഗിച്ചിട്ടുള്ള ആളുകൂടെയാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള ഈ ഒരു പാഠഭാഗം എഴുതിയത് PK ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന സാഹിത്യകാരനാണ്. ആരാണ്? PK ഗോപാലകൃഷ്ണനാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പ്രത്യേകതകളുള്ള സാഹിത്യകാരനാണ് PK ഗോപാലകൃഷ്ണൻ. ആരാണ്? PK ഗോപാലകൃഷ്ണനാണ്. PK ഗോപാലകൃഷ്ണൻ. ഓക്കെ, PK ഗോപാലകൃഷ്ണനാണ് കേട്ടോ. വൈജ്ഞാനിക സാഹിത്യകാരനാണ് അല്ലെ. പിന്നെ 1924 അദ്ദേഹം തൃശ്ശൂർ ജില്ലയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. പിന്നെ വിദ്യാർത്ഥി ഫെഡറേഷൻ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്നു. 1977-80 കാലഘട്ടത്തിൽ ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട്. പിന്നെ എന്താണ് കേരള സാഹിത്യ പരിഷത്ത് എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു, കേരള സാഹിത്യ അക്കാദമി അംഗമായിരുന്നു, കേരള സർവകലാശാലയുടെയും കാർഷിക സർവകലാശാലയുടെയും സെനറ്റ് അംഗമായിരുന്നു. അങ്ങനെ ഒരുപാട് നിലകളിൽ എന്താണ് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് നമ്മുടെ PK ഗോപാലകൃഷ്ണൻ. കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതിയാണ്. കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രം കേട്ടോ, അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കൃതിയാണ്. അതേപോലെ കലയും സാഹിത്യവും ഒരു പഠനം എന്ന് പറയുന്ന കൃതിയുണ്ട്. സംസ്കാരധാര, O ചന്തുമേനോൻ പുരോഗമന സാഹിത്യ പ്രസ്ഥാനവും നിഴലും വെളിച്ചവും, പിന്നെ ശ്രീനാരായണ ഗുരു വിശ്വമാനവികതയുടെ പ്രവാചകൻ എന്ന് പറയുന്ന കൃതി കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരുപാട് കൃതികൾ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള ഒരു സാഹിത്യകാരനാണ്. ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ അറിയപ്പെടുന്ന ഒരാളാണ് PK ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന നമ്മുടെ സാഹിത്യകാരൻ. ഓക്കെ, അപ്പം അദ്ദേഹം എഴുതിയ ശ്രീനാരായണ ഗുരു വിശ്വമാനവികതയുടെ പ്രവാചകൻ എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിലെ ഭാഗമാണ് നമ്മുടെ പാഠഭാഗമായ ഏതാണ് അരുവിപ്പുറത്ത് നിന്നൊരു സന്ദേശം എന്ന് പറയുന്ന നമ്മളുടെ പാഠഭാഗം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു അല്ലെ സമുദായത്തിൽ അല്ലെങ്കിൽ ഒരു ജനവിഭാഗം അനുഭവിച്ചിരുന്ന എല്ലാ തരത്തിലുള്ള മാറ്റി നിർത്തലുകളെയും എന്ത് ചെയ്തു, തൻ്റെ അല്ലെ ചിന്തകളിലൂടെ സന്ദേശങ്ങളിലൂടെ ഒക്കെ ചോദ്യം ചെയ്തിട്ടുള്ള പ്രവർത്തനത്തിലൂടെ ചോദ്യം ചെയ്ത ആളായിരുന്നു ആര്? ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മളുടെ പാഠഭാഗം തുടങ്ങുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ഒരു എന്താ പറയാ ഒരു അനുബന്ധ വാക്യം നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ആദ്യം അല്ലെ നമ്മുടെ പാഠഭാഗത്തിന്റെ ആദ്യം തന്നിട്ടുണ്ട്. ഹൃദയ വിശാലതയുടെ നിലാവ് ഉദിക്കുന്നു എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഹൃദയ വിശാലതയുടെ നിലാവ് എന്ന് പറയുന്ന ആ നിലാവ് എന്താണ്? അത് പ്രകാശമാണ് അല്ലെ. അതായത് എന്തിന്റെ പ്രകാശമാണ്? എല്ലാ ജാതി മത ചിന്തകൾക്കും അതീതമായിട്ട് എന്താണ് നമ്മളെല്ലാരെയും ചേർത്ത് നിർത്തേണ്ട പ്രാധാന്യത്തെ കുറിച്ച് അല്ലെ. ഹൃദയത്തിന് വിശാലത ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എല്ലാവരെയും ഒന്നായി കാണാനും ചേർത്ത് നിർത്താനും ഒക്കെ സാധിക്കുന്നത് അല്ലെ. അപ്പൊ അത് പാഠഭാഗവുമായിട്ട് അത്രയും ആപ്റ്റ് ആയിട്ടുള്ള ഒരു അനുബന്ധ വാക്യമാണ് ടെക്സ്റ്റിന്റെ ചാപ്റ്ററിന്റെ ആദ്യം കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ നമ്മുടെ പാഠഭാഗം തുടങ്ങുന്നതിന് എങ്ങനെയാണ്? ജാതിഭേദം മതദേശം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്നാണ് അല്ലെ. അതായത് ജാതിഭേദവും മതദ്വേഷവും ഒന്നുമില്ലാതെ എല്ലാവരും അല്ലെ സോദരത്വേന അല്ലെ സഹോദരത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ടെന്താണ് ഒരുപോലെ കഴിയുക എന്ന ആശയത്തിലേക്ക്, ആ വിശാലമായ ആശയത്തിലേക്ക് കേരളത്തിലുള്ള മനുഷ്യരെന്ത് ചെയ്യാണ് പാകപ്പെടുത്തുക എന്നുള്ള ആ ആയിട്ടുള്ള ഒരു എന്താ പറയാ വലിയ അല്ലെ വിപ്ലവാത്മകമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിന് അല്ലെ തുടക്കം കുറിച്ചിട്ടുള്ള ഒരാളായിരുന്നു ആര്യ ശ്രീനാരായണ ഗുരു അല്ലെ. അപ്പൊ അരുവിപ്പുറത്തു നിന്നും എന്ത് ചെയ്യണു അദ്ദേഹം അല്ലെ എന്താണ് ഭാരതീയ നവോത്ഥാനത്തിന്റെ മുഴുവൻ തത്വങ്ങളും എന്താണ് അരുവിപ്പുറം പ്രസംഗത്തിലൂടെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് പറയുന്നത് അല്ലെ. എത്ര മഹത്തായിട്ടുള്ള ഒരു പ്രസംഗമായിരുന്നു അത്. താൻ ജീവിക്കുന്ന ഇടം അല്ലെങ്കിൽ നമ്മളുടെ ഇന്ത്യ ഭാരതം എന്ന് പറയുന്നത് ഏത് രീതിയിലായിരിക്കണം എന്ന നാരായണ ഗുരുവിന്റെ ഒരു കാഴ്ചപ്പാട് എന്ത് ചെയ്യണു നമുക്ക് അവിടെ കാണുകയാണ് അല്ലെ. അതുപോലെ തന്റെ ചുറ്റുവട്ടത്തുള്ളതും അല്ലെ എല്ലാവരും സമന്മാരായിട്ട് എല്ലാവരും സാഹോദര്യത്തോടുകൂടെ ഈ പറയുന്ന ജാതിമത വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ ഒന്നായി കഴിയണമെന്ന് പറയുന്ന ഒരു ചിന്തയിൽ അധിഷ്ഠിതമായിട്ടാണ് അദ്ദേഹത്തിന്റെ എല്ലാ അല്ലെ ഈ പറയുന്ന പ്രസംഗമാണെങ്കിലും അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളാണെങ്കിലും ഒക്കെ വരുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ മനുഷ്യർക്ക് നിറത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ ജന്മനാ ആണ് നമ്മൾ ഇന്നൊരു ജാതിയിൽ ജനിക്കുന്നത്. അതായത് നമ്മളുടെ ആരെയും കഴിവ് കൊണ്ടല്ല നമ്മൾ ഇന്ന്
ജാതിയിലും മതത്തിലും ജനിക്കുന്നത് നമ്മൾ ആരെങ്കിലും നേരത്തെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടാണോ? അല്ല, അല്ലെ? അതൊക്കെ നമ്മൾ അറിയാതെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ആരുടെയും എന്തല്ല തെരഞ്ഞെടുപ്പല്ല അതെന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അതിന്റെ പേരിൽ ഒരു മനുഷ്യനെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ മോശക്കാരാണ്, താഴ്ന്നവരാണെന്നൊക്കെ മുദ്ര കുത്തുന്നത്, അല്ലെ? അത് ആ കാലഘട്ടങ്ങളിൽ എന്താണ്, അത്രയൊന്നും ലോകം കണ്ട, അത്രയൊന്നും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് അന്ന് സമാധാനിക്കാം. പക്ഷെ വർഷങ്ങൾക്ക് ഇപ്പുറത്തും എന്താണ്, പലയിടങ്ങളിലും ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ പേരിൽ ദുരഭിമാന കൊലപാതകങ്ങളും, അല്ലെ, പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കും, അല്ലെ, എന്തുകൊണ്ടായിരിക്കും ഈ കാലഘട്ടത്തിലും അങ്ങനെയൊക്കെ മനുഷ്യർ തമ്മിൽ വേർതിരിവുകൾ ഉണ്ടാവുന്നതെന്നുള്ളത്, അല്ലെ? അപ്പൊ ഇത്തരം പാഠഭാഗങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെ? അത്തരം മനുഷ്യത്വത്തെ തിരിച്ചറിയാനും എല്ലാവരും ഒന്നാണ് എന്ന് പറയുന്ന, അല്ലെ, ആ ഒരു മാനവികതയിലേക്കൊക്കെ നമ്മൾ വളരാനുമാണ് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഇത്തരം പാഠഭാഗങ്ങൾ നമ്മൾ പഠിക്കേണ്ടതിന്റെ ആവശ്യകത എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഗുരു തന്റെ ജീവിതത്തിൽ ചേർത്ത് വെച്ച വാക്കുകളാണ് എന്തെന്ന് പറയുന്നത്, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണ് ഇത് എന്ന് പറയുന്ന ആ ഒരു വാക്ക്, അല്ലെ, ഒരു എന്താ പറയാ വരികൾ എന്ന് പറയുന്നത് കേട്ടോ. 1888 ഭാരതത്തിന്റെ തെക്കേ അറ്റത്ത് നിന്ന് ഗുരു നൽകിയ മറ്റൊരു സന്ദേശം കൂടെ എന്താണ് അതിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്, അല്ലെ? അതായത് എന്താണ്, അതായത് എല്ലായിടങ്ങളിലും, അല്ലെ, സാഹോദര്യം എന്ന് പറയുന്നത് എന്താണ്, രക്തബന്ധം എന്നുള്ളത് മാത്രമല്ല അതിനർത്ഥം, അല്ലെ? സാഹോദര്യം എന്ന് പറയുന്നത് മാനസികവും സാമൂഹികവുമായിട്ടുള്ള വേർതിരിവുകൾക്ക് അപ്പുറത്തേക്ക് എല്ലാവരും, അല്ലെ, ഇക്വാളിറ്റി, സമത്വത്തിൽ എന്താണ് അടിയുറച്ച് വിശ്വസിച്ച് ഒരുപോലെ മുന്നോട്ട് പോവുക എന്നുള്ളൊരു അർത്ഥം കൂടെ എന്താണ് ആ ഒരു വാക്കിന് അദ്ദേഹം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ്, മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ജാതിയാണ്, അല്ലെ? മനുഷ്യനാണ് എന്ന്, അല്ലെ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജാതി, അല്ലെ? അതിൻ്റെ അപ്പുറത്തേക്കുള്ളതിനൊന്നും എന്തില്ല, പ്രാധാന്യമില്ല എന്ന് കൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ചിന്തകൾ, അല്ലെ, അദ്ദേഹത്തിന്റെ ദർശനങ്ങളാവട്ടെ, അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളാവട്ടെ, അല്ലെ? അപ്പൊ മാനവികത എന്ന് പറയുന്ന വിശാലമായ തലത്തിലേക്കാണ് അദ്ദേഹത്തിന്റെ ചിന്തകളും, അല്ലെ, പ്രസംഗങ്ങളും ഒക്കെ നമ്മളെ കൊണ്ടുപോകുന്നത്. ജാതി വിവേചനങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു. മനുഷ്യജാതി എന്ന വിശാലമായ ആശയത്തിന്റെ പ്രയോക്താവാണ് അദ്ദേഹം എന്ന് പറയാം, അല്ലെ? കേരളത്തിലുള്ള ആളുകളെ ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യത്വം പഠിപ്പിച്ചിട്ടുള്ള ഏക ഗുരുനാഥൻ കൂടെയാണ് ആര്, ശ്രീനാരായണ ഗുരു. അപ്പോൾ അന്ധവിശ്വാസങ്ങളെയും മൂഢ ആചാരങ്ങളെയും ഒക്കെ അദ്ദേഹം എതിർത്തിരുന്നു. ജാതിബോധത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്ന, അല്ലെ, ആ ഒരു യാഥാർത്ഥ്യത്തെ എന്താണ്, ആ യാഥാർത്ഥ്യത്തിൽ ശ്രീനാരായണ ഗുരു പറഞ്ഞു വെച്ച സന്ദേശങ്ങളൊക്കെ തന്നെ എന്താണ്, കാലത്തിനും അതീതമായി നിൽക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ അത്തരത്തില് അദ്ദേഹം എന്താണ് ഈ സന്ദേശങ്ങളുടെയും, അല്ലെ, എല്ലാ മനുഷ്യരെയും ഒന്നായി ഇരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്തിൽ നമ്മളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ചോദ്യം ആ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്ക്, അല്ലെ, വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം, ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ എല്ലാ കാലത്തും പ്രസക്തമാണോ, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളിലെ മാനവികത എന്താണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ നമുക്ക് വരാം, അല്ലെ? അപ്പൊ ഒരു ജനതയെ അറിവിന്റെ വെളിച്ചത്തിലേക്ക് നയിച്ച തത്വജ്ഞാനിയാണ് ആര്, നാരായണ ഗുരു എന്ന് പറയുന്നത്. ജാതി വിവേചനങ്ങൾക്കെതിരെ ശക്തമായി, അല്ലെ, പ്രതികരിച്ചിരുന്ന ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ്. മനുഷ്യജാതി എന്ന വിശാലമായ ആശയത്തിന്റെ ഉപജ്ഞാതാവാണ്. കേരളീയരെ മനുഷ്യത്വം പഠിപ്പിച്ച ഗുരുനാഥനാണ്. അന്ധവിശ്വാസങ്ങളെയും മൂഢാചാരങ്ങളെയും എതിർത്ത ഉൽപ്പതിഷ്ണുവാണ്. ജാതിബോധത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഇന്നും സാധിച്ചിട്ടില്ല എന്ന തിരിച്ചറിവ് എന്ത് ചെയ്യുന്നു, ഗുരു ദർശനത്തിന്റെ കാലിക പ്രസക്തി എന്ത് ചെയ്യാണ്, വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിലും എന്ത് ചെയ്യണു, നാരായണ ഗുരുവിന്റെ, അല്ലെ, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പറയുന്ന, എന്താ പറയാ, നാരായണ ഗുരുവിന്റെ സന്ദേശങ്ങൾ, ഇത് കൂടാതെ ഒരുപാട് സന്ദേശം എവിടെയുണ്ട്, നാരായണ ഗുരുവിന്റെ കൃതികളിൽ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് സന്ദേശങ്ങൾ കേട്ടോ, ഒരുപാട് സന്ദേശങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പല മത സാരവും ഏകമെന്നു പാരാതുലകിലെ ഒരു ആനയിൽ അന്ധരെന്ന പോലെ, അല്ലെ, അന്ധരായ ആളുകൾ ആനയെ കണ്ടതുപോലെയാണ് മതങ്ങളെ കുറിച്ചുള്ള, അല്ലെ, പലരുടെയും കാഴ്ചപ്പാട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കൃതികൾ. പിന്നെ എന്താണ്, ഒരു പീഡ ഉറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ, അല്ലെ, അങ്ങനെ ഒരു ഉറുമ്പിനെ പോലും നോവിക്കരുത് എന്ന് പറയുന്ന ആ ഒരു, എന്താ പറയാ, അല്ലെ, അവരനും നമ്മൾ കാരണം എന്ത് ചെയ്യരുത്, ഒരു വേദന ഉണ്ടാവരുത് എന്ന് അത്രയും മനോഹരമായ രീതിയിൽ എന്താണ് എല്ലാവരെയും, അല്ലെ, ചേർത്ത് നിർത്തി സ്നേഹിച്ചൊരു മഹാനായിട്ടുള്ള മനുഷ്യനായിരുന്നു നാരായണ ഗുരു എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പാഠഭാഗത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ, അല്ലെ, അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളെ ആസ്പദമാക്കി ചോദിക്കാം. അത് കാലത്തെ, അല്ലെ, അതീതമായിട്ട് അല്ലെങ്കിൽ ഇന്നും പ്രസക്തമാണോ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ വരാം. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ചോദ്യങ്ങൾ, അല്ലെ, മറ്റ് നവോത്ഥാന നായകരിൽ നിന്ന് ശ്രീനാരായണ ഗുരു എപ്രകാരം വ്യത്യസ്തനായിരിക്കുന്നു എന്ന് നമ്മളോട് ചോദിക്കാം, അല്ലെ. പിന്നെന്താണ്,
ഗുരുദർശനങ്ങളുടെ സർവ്വകാല പ്രസക്തി തന്നെയാണ് അല്ലെ, കാലത്തിന് അതീതമായി നിലനിൽക്കുന്ന തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട എസ്സേ അല്ലെ, ഉപന്യാസോ അല്ലെങ്കിൽ മുഖപ്രസംഗം ഒക്കെ ആയിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇതേപോലെ മലയാളം ഫസ്റ്റിൽ വേറെ ഏതെങ്കിലുമൊക്കെ ചാപ്റ്റേഴ്സ് മക്കൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മക്കൾ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ശ്രീനാരായണ ഗുരുവിന്റെ ചാപ്റ്ററിൽ നിന്ന് അല്ലെ, നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അത്രയും പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യണം, പാഠഭാഗം ഒന്ന് വായിച്ചു കൂടെ നോക്കണം കേട്ടോ. അപ്പോൾ പാഠഭാഗം വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ അല്ലെ ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. അപ്പോൾ ഉപന്യാസവും അതേപോലെ മുഖപ്രസംഗവും അല്ലെ പ്രഭാഷണവും ഇതൊക്കെ നമുക്ക് 7 മാർക്കിനായിരിക്കും ചോദിക്കുക. അതിന് ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ പാഠഭാഗത്ത് നിന്ന് ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളെയും അല്ലെങ്കിൽ ആ ദർശനങ്ങളെ കാലത്തിന് അതീതമായിട്ട് നിലനിൽക്കുന്നതിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. ബൈ.